ഇന്നൊരു സിമ്പിൾ മീൻകറി കണ്ടു നോക്കിയാലോ? അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക, അതൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി ഇടണം, പച്ചമുളക് ഇടുക, എന്നിട്ട് പിന്നെ സവോളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം കേട്ടോ. അത് നല്ല ഒരു കുറച്ച് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, എന്നിട്ട് നന്നായി വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, ചെറിയ 2 സ്പൂൺ, ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അതിട്ടിട്ട് കുറച്ച് ഞാൻ വേഗം വെള്ളം ഒഴിച്ചു, കാരണം ചട്ടി ചൂടായിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കരിയണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, പുളിയുടെ വെള്ളം തന്നെ ഒഴിച്ചു ഞാൻ. എന്നിട്ട് ബാക്കിയുള്ള പുളിവെള്ളം ഞാനത് അതിൽ പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാനൊരു തക്കാളി അതിലേക്ക് മുറിച്ചിട്ടു. ഒരു തക്കാളി, ഞാനെപ്പോഴും മീനിലൊരു തക്കാളി ഇടാറുണ്ട്. തക്കാളി മുറിച്ചിട്ടു. അതിനുശേഷം അത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ എല്ലാം എടുത്ത് ഇടുക. ഇത് അയിലയാണ്. അപ്പോൾ എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ പിന്നെ ഇളക്കാൻ പാടില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു കേട്ടോ, കുറച്ച് കളറിന് വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ അത്ര എരിവ് ഇടാറില്ല, എന്നിലും എനിക്ക് എരിവ് ഇഷ്ടമാണ്. കുറച്ചിട്ടാണ് ഞാൻ ഇടാറ്. കുറച്ച് ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ ഞാൻ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കണം നന്നായിട്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് അത് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് നാളികേരം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ കഷ്ണം എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ അരച്ച നാളികേരം അതിൽ ചേർത്തു. ഇനി മെല്ലെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട്. ഞാനൊന്ന് സ്ലോ ചെയ്തിട്ടാണ് തിളപ്പിക്കുന്നത് കേട്ടോ. ഞാൻ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം നന്നായിട്ട് തിളപ്പിക്കില്ല, മെല്ലെ സ്ലോയിൽ തിളപ്പിച്ച് കൊണ്ടുവരികയുള്ളൂ. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി അവസാനം നമുക്ക് ഈ വറുത്ത കായത്തിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് മീൻ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ അവസാനം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.